സ്നേഹത്തെക്കാളുപരി ജീവിത വലുത്. അവൻ ആഗ്രഹിച്ചതെല്ലാം അവന് കിട്ടണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. അതാ ഞാൻ പറയാതിരുന്നത്. ഹലോ, പറഞ്ഞോ മേ. ഞാൻ എടുത്തു. എന്റെ അമ്മയെ ഞാൻ എടുത്തു. നോ പ്രോബ്ലം. ഓക്കെ അല്ലേ? ശരി ശരി, ബൈ. ആദ്യം കാണുമ്പോൾ ഉണ്ടാവുന്ന സ്നേഹത്തെക്കാളും അവളുടെ മനസ്സ് മനസ്സിലാക്കിയതിനു ശേഷം ഉണ്ടാവുന്ന സ്നേഹമുണ്ടല്ലോ, വളരെ സ്ട്രോങ് ആയിരിക്കും. നിനക്ക് ഏത് ഫുഡാ ഇഷ്ടം? നെയ്ച്ചോറ് ഉണ്ടാക്കാൻ അറിയില്ല? അയ്യോ, അറിയെന്ന് പറഞ്ഞോളൂ, ചെയ്യാൻ പറയൂ ഇനി. അത് പിന്നെ ഈ ഗോതമ്പ് റവയിലൊക്കെ ചെയ്യുന്ന കാര്യമല്ലേ? അതെ. നിനക്കൊക്കെ ഐസ്ക്രീം വായി വെച്ച് തന്നാലും കഴിക്കാറില്ല. വാ, നമുക്ക് തോട്ടത്തിൽ ചെന്ന് കഴിച്ചിട്ട് വരാം. തോട്ടത്തിൽ പോയി കഴിക്കാൻ ഞാൻ എന്താ തോട്ടക്കാരനാണോ? Then go and cook. തോട്ടം തന്നെ ബെറ്റർ. വാ പോ. മഴ വരുമെന്ന് തോന്നുന്നു. ഒരു കൊട എടുത്തിട്ട് പോയാലോ? മഴ നനഞ്ഞെന്ന് വെച്ച് തലേ ചെടി വളരാൻ പോകുന്നില്ല. വാ. ഓക്കെ. അല്ല, താനെന്തിനാ എപ്പോഴും ഫോണിൽ റിമൈൻഡേഴ്സ് വെച്ചോണ്ടിരിക്കുന്നത്? എനിക്ക് മെമ്മറി പവർ കുറച്ച് കൂടുതലാ. ഓഹോ, തന്റെ ലവ് സ്റ്റോറി കേൾക്കാനൊക്കെ കൊള്ളാം. പക്ഷെ പെൺകുട്ടികൾ എത്ര ശ്രമിച്ചാലും ദേവദാസാവാൻ പറ്റില്ല. എന്താണെന്നറിയോ? കാരണം നിങ്ങൾക്ക് താടി വളരില്ലല്ലോ. മതിയാക്ക് അവന്റെ ഒരു ഊള ജോക്ക്. തോട്ടത്തിലേക്ക് പോവാന്ന് പറഞ്ഞിട്ട് എന്നെ ഇങ്ങോട്ടാണല്ലോ കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കഴിക്കാൻ എന്താ ഉള്ളത്? ആദ്യം കൈയും കാലും കഴുകാൻ നോക്ക്, എന്നിട്ട് കൂട്ടിക്കൊണ്ടുപോവാം. ഇവിടെ ഞാൻ അഴിച്ചു വെച്ച ചെയിൻ എവിടെ? അയ്യോ, ഇത് കല്യാണം കരുതി ഞാൻ ഇപ്പഴാ വലിച്ചെറിഞ്ഞ്. എനിക്ക് നീന്തറിയില്ല. മുത്തശ്ശന്റെ ഓർമ്മയ്ക്ക് വേണ്ടി സൂക്ഷിച്ചതാ അത്. അതെങ്ങനെ നീ കളഞ്ഞേ? ഇത് കല്യാണം വിചാരിച്ചാ ഞാൻ വലിച്ചെറിഞ്ഞ്. പോയി എടുത്തോണ്ട് വാ, പോ. അതൊന്നും എനിക്ക് അറിയണ്ട. എനിക്കിപ്പോ എന്റെ റിംഗ് വേണം. സോറി. എന്നോട് നുണ പറഞ്ഞല്ലേ? ഉണ്ടല്ലോ. തന്നോടൊരു കാര്യം പറയട്ടെ. ഞാൻ എന്റെ ലൈഫിലെ സെക്കൻഡ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ പെൺകുട്ടിയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. സെക്കൻഡോ? ഫസ്റ്റ് വൺ ആരാ? താൻ തന്നെയാ, ബട്ട് എന്റെ വിദ്യ. Crazy. അവളാണ് ലോകമെന്ന് മൈൻഡിൽ ഫിക്സ് ചെയ്തതിന് ശേഷം ഹാർട്ടിൽ നിന്നൊരു ശബ്ദം ഉണ്ടാവും. അങ്ങനെ ഒരു മെലോഡി സ്റ്റാർട്ട് ചെയ്യും. ഞാൻ പറഞ്ഞില്ലേ മഴ പെയ്യുന്ന. നീ മിണ്ടാണ്ട് വല്ല ജോലിക്കാരനായാ മതിയായിരുന്നു. ഹലോ, എന്തായിടാ കാര്യങ്ങളൊക്കെ എവിടം വരെത്തി? മോതിരം മാറുന്ന അവസ്ഥയിലേക്ക് എത്തിയോ? അതിനെ കുറിച്ചൊന്നും എനിക്ക് അറിയില്ല. പക്ഷെ എന്റെ മനസ്സ് ഞാൻ അവൾക്ക് കൊടുത്തു. അവളുടെ മനസ്സോ? മേ ബി. ഒരു മിനിറ്റ് നിക്കണേ, ഞാൻ ഇപ്പൊ തന്നെ കൺഫേം ചെയ്യാം. ഓക്കെ. ബ്രഷ് ഇവിടെ. ഡോക്ടർ ശ്രുതി എന്നുവെച്ചാ ഹാളിലുണ്ടായിരുന്ന ഫോട്ടോയിൽ കണ്ടത് ശ്രുതിയാണെങ്കിൽ അപ്പോ ഇവളാരാ? ചേട്ടാ, നീ ഇപ്പൊ എവിടെയാ ഉള്ളത്? അമർ ശ്രുതി അമ്പലത്തിൽ പോയിരിക്കാന്ന്. നിന്റെ കൂടെയുള്ളത് ശ്രുതിയല്ല. എനിക്കത് ഇപ്പോഴാ മനസ്സിലായത്. സർട്ടിഫിക്കറ്റ് ഇപ്പോഴാണ് ഞാൻ കണ്ടത്. ഇവിടെ നടന്ന കാര്യം നീ അവളോട് പറഞ്ഞായിരുന്നു? ഇല്ല, ഞാൻ ഒന്നറിയാത്ത പോലെ ഫോൺ കട്ട് ചെയ്തു. ഓക്കെ, അവൾ ആരാ എന്താണെന്ന് അറിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വിളിക്കാം. അതൊക്കെ ഇരിക്കട്ടെ, ഈ സത്യം പറയേ, നിന്റെ ഹാർട്ട് ഒന്നും എക്സ്ചേഞ്ച് ചെയ്തില്ലല്ലോ? എന്റെ ഹാർട്ട് എന്താ ഷോറൂമാണോ?
ആവശ്യം വരുമ്പോഴൊക്കെ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി. ഇതെന്താ ഓറഞ്ച് വെച്ച് കളിച്ചോണ്ടിരിക്കുന്നേ? ഇവിടെ എന്റെ ജീവിതത്തിൽ ഒരാൾ കളിച്ചോണ്ടിരിക്കുക. എന്ത്? ശരി, അതൊക്കെ വിട്. താൻ MBBS എവിടുന്ന ചെയ്ത? അതോ കോളേജില്. മനസ്സിലായില്ലേ ഏത് കോളേജാണെന്ന്? ദാ നോക്ക്, കടന്നു പോയ ബസ് സ്റ്റോപ്പ് ഇനി നമുക്ക് ആവശ്യമില്ല. ഇനി വരാൻ പോകുന്ന ബസ് സ്റ്റോപ്പിനെ കുറിച്ച് അറിഞ്ഞാ മതി. അതന്നെ, ഇടയിൽ ഒരു ബസ് സ്റ്റോപ്പ് മിസ്സായില്ലേ, അതാ ചോദിക്കുന്നത്. അതെ, നിങ്ങളുടെ ലവ് സ്റ്റോറിയില് നിങ്ങൾ എങ്ങനെ പിരിഞ്ഞെന്നുള്ള കാര്യം പറഞ്ഞു. പക്ഷേ ആ ലവ് സ്റ്റോറി എങ്ങനെ സ്റ്റാർട്ടായെന്ന് പറഞ്ഞില്ല. മിസ്അണ്ടർസ്റ്റാൻഡിങ് ഇഷ്ടമായി മാറി, അണ്ടർസ്റ്റാൻഡിങ് ബ്രേക്കപ്പായി മാറി. ശരി, അതൊക്കെ വിട്. താനൊരു ഡോക്ടർ അല്ലേ? ഏതിലാ സ്പെഷ്യലിസ്റ്റ്? എന്റെ അമ്മോ, കുറെ കൊല്ലങ്ങൾ അതും പഠിച്ച് ബോറടിച്ചിരിക്കുക. വീണ്ടും അതിനെ കുറിച്ച് എന്തിനാ സംസാരിക്കുന്നത്? നോക്കിയേ, താൻ എന്റെ പ്രൊഫഷനെ കുറിച്ച് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു. ഇപ്പൊ തനിക്ക് പറയാൻ പറ്റില്ലേ? ഞാൻ പഠിച്ചതേ ബുവമ്മ മെഡിക്കൽ കോളേജിലാ. എന്തോന്ന്? ബുവമ്മ മെഡിക്കൽ കോളേജോ? അതെവിടെ? എവിടെ ഉണ്ടല്ലേ നിനക്കെന്താ? നീ ഏത് കോളേജാന്ന് ചോദിച്ചു, ഞാൻ പറഞ്ഞു. ഇനി ഏതിലാ സ്പെഷ്യലൈസ് ചെയ്തെന്ന് ചോദിച്ചാ ഓപ്കോപോളജി. ഓപ്കോപോളജിയോ? അതൊക്കെ മെഡിക്കൽ ടേമാ. നിന്നെ പോലുള്ളവന്മാർക്ക് അതൊന്നും മനസ്സിലാവില്ല. ഓ ശരി, അതൊക്കെ പോട്ടെ. ഞാൻ ഇതൊരു ഡോക്ടർ സർട്ടിഫിക്കറ്റ് കണ്ടിട്ടേ ഇല്ല. താനെന്ന് കാണിച്ച, ഡോക്ടർ സർട്ടിഫിക്കറ്റ് കാണിച്ച കൊള്ളായിരുന്നു. ഒരു ആഗ്രഹം കൊണ്ടാണ്. ഓക്കെ ഓക്കെ, നിനക്ക് സത്യം മനസ്സിലായി എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അതിരിക്കട്ടെ, നിനക്ക് എങ്ങനെ മനസ്സിലായേ? എനിക്ക് ശ്രുതി ആരാണെന്ന് മനസ്സിലായി. നീ അകത്തേക്ക് വാ. അകത്തേക്ക് വാടി. ഇവനെന്തിനാ അകത്തോട്ട് വിളിക്കുന്നത്? എന്തിനായി ഡ്രാമയൊക്കെ? ശരിക്കും ആരാ നീ? ആക്ച്വലി ഞാനും ശ്രുതിയും ഫ്രണ്ട്സാ. വേറൊരു കാര്യത്തിന് വേണ്ടിയാ ഞാനിവിടെ വന്നത്. അപ്പോഴാണ് നിന്റെ അനിയത്തി എന്നെ ഫോൺ ചെയ്ത്. ഞാനായിരുന്നു ശ്രുതിയെ പോലെ സംസാരിച്ചത്. അവളെ കാണാൻ നീ വരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. ശ്രുതി ഒരു പാവം പെണ്ണാ. അതുകൊണ്ടാ നീ എങ്ങനെയുള്ളവനാ, നിന്റെ ക്യാരക്ടർ എന്താന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇങ്ങനെയൊക്കെ ആക്ട് ചെയ്തത്. സോറി. ആക്ച്വലി താൻ എന്തിനാ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? എന്റെ കല്യാണ ഇൻവിറ്റേഷൻ തരാന്. കല്യാണോ? ആർക്ക്? എന്റെ അച്ഛനും അമ്മയ്ക്ക്. എനിക്ക് വിശ്വാസം വരുന്നില്ലല്ലേ? ഒരു മിനിറ്റ്, ഇത് നോക്ക്. ഇവളും കാർഡ് തരുന്നല്ലോ. മലയാളം സിനിമയിൽ ഹീറോ ഹീറോയിൻ ഇടയിൽ എന്ത് തന്നെ പ്രശ്നം ഉണ്ടായാലും, എത്ര വഴക്കുണ്ടായാലും, ക്ലൈമാക്സിലെ ഹീറോയിൻ്റെ അടുത്ത് പോവാറാണ് പതിവ്. എന്റെ ലൈഫിലും അങ്ങനെ തന്നെ സംഭവിക്കുന്ന വിചാരിച്ചത്. പക്ഷെ ഇങ്ങനെ ഒരു വഞ്ചനയായിരിക്കുന്ന ഒട്ടും പ്രതീക്ഷയില്ല. ഓക്കെ, ഞാൻ ഇറങ്ങാണേ. നീ ഇറങ്ങുമ്പോ വിൻഡോയുടെ അവിടെ ചാവി വെച്ചേക്കണേ. ബൈ. ഡ്യൂപ്ലിക്കേറ്റ് ഡോക്ടർ, എന്നെ അവോയ്ഡ് ചെയ്യാൻ നോക്കാണ് നീ? അതിനാണോ ഈ പുതിയ ഡ്രാമ? നീ തന്ന വെഡിങ് കാർഡ് അത് എപ്പോഴോ എക്സ്പയർ ആയി. നോക്കേ, നീ ആരാ, എവിടുന്നാ വന്നത്, നിന്റെ മതം എന്താണ്, നിന്റെ കൊലം എന്താണെന്ന് ഇതൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. ഐ ജസ്റ്റ് ലവ് യു. കല്യാണം കഴിക്കുകയാണെങ്കിൽ അത് നിന്നെ മാത്രമാണ്. നീ ഡോക്ടറെ കാണാൻ വന്നിട്ട് ഡ്യൂപ്ലിക്കേറ്റിനെ കണ്ടു വാങ്ങിയോ? നോക്കേ, ചില സന്ദർഭത്തിൽ നമ്മൾ പോകുന്ന സ്ഥലത്തേക്കാളും നമ്മൾ പോകുന്ന വഴിയായിരിക്കും ഏറ്റവും പ്രധാനം. സത്യം പറഞ്ഞാ ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പേ നിന്നെ കണ്ടതാ. അപ്പൊ തന്നെ എനിക്ക് നിന്നെ ഇഷ്ടം. അതെങ്ങനെയാ? കണ്ട ഉടനെ പ്രേമം തോന്നുവോ? വൈ നോട്ട്? തന്നെ കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് പിന്നെ കല്യാണം കഴിച്ചാണ്ടല്ലോ. അതൊരു അറേഞ്ച് മാരേജ് അല്ലാതെ ലവ് മാരേജ് എങ്ങനെയാവും? നീ ഇപ്പൊ എന്താ പറഞ്ഞു വരുന്നത്? എനിക്ക് നിന്നെ ഇഷ്ടമാണെന്നാ പറഞ്ഞു. നീ ഇല്ലെങ്കിൽ ഞാനില്ല എന്നല്ല പറഞ്ഞു വരുന്നത്. എക്സാക്ട്ലി. അല്ല, ഞാൻ നിന്നെ പ്രേമിക്കുമെന്ന് നീ എങ്ങനെ വിചാരിക്കുന്നു? Look, for every action there will be an equal and opposite reaction. ഇപ്പോ ഒരു ബോൾ എടുത്ത് ചുമരിലേക്ക് വലിച്ചെറിഞ്ഞാണ്ടല്ലോ, ആ ചുമര് തന്നെ ആ ബോൾ നമുക്ക് തിരിച്ചു തന്നേക്കും. അങ്ങനെയുള്ളപ്പോ ശുദ്ധ മനസ്സുള്ള താൻ എന്നെ സ്നേഹിക്കാതിരിക്കും. എന്ത് തന്നെ നല്ല ഫീൽഡർ ആയാലും ഒരു തവണയെങ്കിലും അവർ ക്യാച്ച് മിസ് ചെയ്തിരിക്കും. ആ ക്യാച്ച് ഞാനാണെങ്കിൽ നീ എന്ത് ചെയ്യും? ഈ ആണുങ്ങളൊക്കെ സ്ലോ പോയ്സണാ, അതെനിക്കറിയാം. അതുകൊണ്ട് മിണ്ടാണ്ടേ നിന്റെ പണി നോക്കിപ്പോ. You know what? You're mistaken. ഒരു പയ്യൻ ആദ്യം പ്രപ്പോസ് ചെയ്യുമ്പോ പെൺകുട്ടികൾക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടാവും. ലൈക്ക് അച്ഛനമ്മമാർക്ക് കഷ്ടം ഉണ്ടാവില്ല, പെണ്ണ് കാണേണ്ട ആവശ്യമില്ല, സ്ത്രീധനം, അങ്ങനെ ഒന്നിന്റെ ആവശ്യമില്ല.
ജസ്റ്റ് നിന്റെ കഴുത്തിൽ ഒരു താലി കെട്ടിയാൽ മാത്രം മതി. സ്വന്തം കണ്ണുകളെ പോലെ സൂക്ഷിച്ചോളൂ. സ്ത്രീധനം വേണ്ടെന്ന് പറയുന്നു. നിനക്ക് എന്തെങ്കിലും കുറവുണ്ടോ? ഷ്യോ, ഇവൾക്ക് മുഴുവനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്താലും മനസ്സിലാണെന്ന് തോന്നുന്നത്. സ്ത്രീധനം വാങ്ങിച്ചാൽ അവൻ മോശക്കാരനാണെന്ന് പറയും. ഇനി വാങ്ങിച്ചില്ലെങ്കിലോ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് പറയും. സത്യം പറഞ്ഞാൽ ഞങ്ങളെ പോലുള്ള പയ്യന്മാരൊക്കെ ഇക്കാര്യത്തിൽ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. ഈ ഡയലോഗ് കേൾക്കാനൊക്കെ സുഖമുണ്ട്. സപ്പോസ് ഈ പെണ്ണ് വീട്ടുകാർ വാങ്ങാൻ വേണ്ടി ഫോഴ്സ് ചെയ്താലോ? എന്താ ഉള്ള ഒന്നോ രണ്ടോ ചോദിക്കാൻ പോകുന്നു. എന്താ കോടിയാണോ? അല്ല, സാധനമായിട്ട്. ഫോർ എക്സാമ്പിൾ, എന്നെ പോലെ ഒരു ഹാൻസം ബോയ് തന്നെ പോലൊരു ആവറേജ് ലുക്കിംഗ് ഗേളിനെ കല്യാണം കഴിക്കുകയാണെന്ന് വെച്ചോ. ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. സെയിം നാളെ നമ്മൾ കല്യാണം കഴിച്ചെന്ന് വെച്ചോ. തന്റെ ചാമിനും എന്റെ ഫോമിനും ഈ കൂളായ വെതറില് താൻ എന്തായാലും പ്രഗ്നന്റ് ആവും. നിനക്ക് അഹങ്കാരം കുറച്ച് കൂടുതലാ. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. എനിവേസ്, ലെറ്റ്സ് കം ബാക്ക് ടു ദ പോയിന്റ്. ഞാൻ ജോലിയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് അബ്രോഡ് പോയെന്ന് വെച്ചോ. ആ സമയത്ത് തനിക്ക് പെട്ടെന്ന് വേദന ഉണ്ടായെങ്കിൽ തനിക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഒരു ടാക്സിയോ ഓട്ടോ ഒന്നും കിട്ടിയില്ലെങ്കിൽ അതുകൊണ്ട് ഒരു ചെറിയ കാർ. വേറെന്ത് വേണം? സ്വന്തമായിട്ടൊരു വീടില്ലെങ്കിലുണ്ടല്ലോ, വീട്ടിലുള്ളവർ വിട്ടേക്ക്. നാട്ടുകാരെന്തൊക്കെ പറയുന്നറിയോ. അതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്ക് താമസിക്കാൻ ഒരു ചെറിയ 2 bedroom ഫ്ലാറ്റ്. തനിക്ക് ബോർ അടിക്കാതിരിക്കാൻ വേണ്ടി ഒരു 90 inch LED TV. ഡിഷിന്റെ ബില്ലൊക്കെ ഞാൻ കെട്ടിക്കോളാം. വലിയ മനസ്സാ നിനക്ക്. തനിക്ക് വേണ്ടി ഞാൻ ഇതുപോലും ചെയ്യില്ലേ. ഓക്കെ, എനിക്കൊരു ചെറിയ ഡൗട്ട് ഉണ്ട്. ഒരു മിനിറ്റ്. ആക്ച്വലി പെൺകുട്ടികൾക്ക് എന്നെ കണ്ട ഇഷ്ടം മാത്രമാണ് തോന്നാറുള്ളത്. പക്ഷെ തനിക്ക് എപ്പോഴും ഡൗട്ട് ആണല്ലോ അത് തോന്നുന്നത്. വരുമല്ലോ. ഓക്കെ, ചില്ലാക്സ്. ഇത്രയും ചോദിച്ചില്ലേ, അപ്പൊ ക്യാഷ് വേണ്ട? മൈ ഗോഡ്, നല്ല ഐഡിയ ആണല്ലോ ഇത്. തനിക്ക് ഒരുപാട് ഫ്യൂച്ചർ പ്ലാൻസ് ഉണ്ടല്ലോ. ഥു, ഈ ആണുങ്ങൾ അല്ലേലും ഇങ്ങനെയാ. പ്രേമം എന്ന് പറഞ്ഞ് പുറകെ വരും, പിന്നെ ചോദിക്കുന്നത് മറ്റെന്തെങ്കിലും ആയിരിക്കും. നിങ്ങളുടെ കാര്യം കഴിഞ്ഞാ ഞങ്ങൾ തന്നെ ആരാന്ന് ചോദിക്കും. ഹലോ, പ്രേമത്തിന് വേണ്ടി ജീവൻ കൊടുക്കുന്ന പോലെ ഈ ആൺകുട്ടികൾ തന്നെയാ. അത് ശരിയാ. ഈ പ്രേമിക്കുന്ന പെണ്ണുങ്ങളുടെ ജീവൻ എടുക്കുന്നത് ഈ ആണുങ്ങളാ. ഞങ്ങൾ ഒരു സെക്കൻഡ് നോക്കിയാൽ മതി, ജീവിതകാലം മൊത്തം പ്രേമിച്ചോളും. എന്നാ നിങ്ങളോ ജീവിതകാലം മൊത്തം കൂടെ ഉണ്ടാവുന്ന വന്നിട്ട് കൈവിട്ടേച്ച് പോകുന്ന പാർട്ടികളല്ലേ നിങ്ങൾ. തൂന്ന് പറഞ്ഞ് വിരട്ടിയാലും നായിനെ പോലെ പുറകെ വരുന്നത് നിങ്ങളൊക്കെ തന്നെയല്ലേ? നായ്ക്കൾ എന്ന് നന്ദിയുള്ളവരാണ് മോളെ. ഇവിടെ നടത്തിച്ച് കൊല്ലുന്നാണല്ലോ തോന്നുന്നത്. അല്ല, നമ്മളിപ്പോ എവിടെയാ? ഞാൻ മഷ്റൂംസ് വളർത്തുന്നത് എവിടെയാ? ഓ, ഇത്രയും വലിയ വീടോ? ആനകളെ തന്നെ വളർക്കാലോ. ആനയും കുതിരയൊക്കെ നമുക്ക് പിന്നെ വളർത്താം. നിന്റെ എക്സ്പയറി ആയ ലവ് സ്റ്റോറി എന്ന് പറഞ്ഞ്. നോ വേ. ലേഡീസിനെ ഞാൻ എപ്പോഴും റെസ്പെക്ട് ചെയ്യും. അതുകൊണ്ട് ലേഡീസ് ഫസ്റ്റ്. അതിന് വേണ്ടിയാ ഞാൻ നിന്നോട് പറയാൻ പറഞ്ഞത്. സോറി. ഇറ്റ്സ് ഓക്കെ. എന്റെ ഫ്ലാഷ് ബാക്ക് എൻട്രി ഈ ഫ്രണ്ട് ഡോർ വഴി കാണിച്ചു തരാം. നിനക്ക് ഓക്കെ ആണോ? ഓക്കെ. Come.